ഹലോ അമ്മമാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ടീച്ചർ ഇന്ന് വന്നത് നല്ലൊരു പോഷകാഹാരം തയ്യാറാക്കിയാണ്. ആ പോഷകാഹാരം അമൃതം പൊടിയിൽ ഉണ്ടാക്കിയതാണ്. എല്ലാവരും അമൃതം പൊടി കൊണ്ടുപോകുന്നവർ കുട്ടികൾ കഴിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേര് കൊണ്ടുപോകാതിരിക്കുന്നു. അപ്പോൾ അമൃതം പൊടി എന്തായാലും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പാചകം ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിക്കാൻ കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. അപ്പോൾ ടീച്ചർ ഇന്ന് അമൃതം പൊടിയിൽ ഒരു അട ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അട ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ഇതാണ് ടീച്ചർ ഇന്ന് കൊണ്ടുവന്ന അമൃതം പൊടിയുടെ അട. ഇത് ടീച്ചർ മഞ്ഞളിൻ്റെ ഇലയിലാണ് ആക്കി വെച്ചത്. അപ്പോൾ ആദ്യം കുറച്ച് ദോശയുടെ അരവെടുത്തു, അതിലേക്ക് അമൃതം പൊടി ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് അതിനെ കുഴച്ച് ഉണ്ടയാക്കി. പിന്നെ മഞ്ഞളിൻ്റെ ഇലയിൽ അതിനെ പരത്തി കൊടുത്തു. അതിലേക്ക് കുറച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് അതിനെ മടക്കി ആവിയിൽ വേവിച്ചതാണ്. അപ്പോൾ അത് നല്ല പോഷകാഹാരമാണ്. ആവിയിൽ വേവിച്ചത് കൊണ്ട് മഞ്ഞളുടെ നല്ല മണവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒന്ന് പാകം ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ കുഞ്ഞുങ്ങൾ എന്തായാലും കഴിക്കും. അപ്പോൾ 6 മാസം തൊട്ടിട്ട് 3 വയസ്സ് വരെയില്ല ഈ അമൃതം പൊടി കൊണ്ടുപോകുന്നവർ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയെല്ലാം പാചകം ചെയ്ത് ഒന്ന് കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നൽകിയാൽ അവരെന്തായാലും അത് കഴിക്കും. വെറുതെ കളയാതെ ഇതൊന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.